ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കടലപ്രഥമൻ തയ്യാറാക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പല വിധത്തിലുള്ള പരിപ്പുകളുണ്ട്, പക്ഷേ കടലപ്പരിപ്പാണ് കടലപ്രഥമൻ തയ്യാറാക്കുന്നതിന് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ 500 ഗ്രാം അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്കിത് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 3 തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. മീഡിയം സൈസുള്ള തേങ്ങയാണെങ്കിൽ 4 എണ്ണം എടുക്കണം. നല്ല മൂത്ത് പോകാത്ത തേങ്ങയാണ് ഈ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് ഏറ്റവും നല്ലത്. നല്ലവണ്ണം പാല് കിട്ടും. അങ്ങനെയുള്ള തേങ്ങയാണ് എടുക്കേണ്ടത്. നല്ല കരിഞ്ഞൊന്നും പോകാത്ത തേങ്ങയാണ് എടുക്കേണ്ടത്. അങ്ങനെ ഞാനിവിടെ തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. പ്രഥമൻ തയ്യാറാക്കുന്നതിനായിട്ട് 3 പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 800 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കടലപ്രഥമൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് നല്ലതുപോലെ ഉടച്ചെടുക്കേണ്ടതില്ല. അത്യാവശ്യം ഒന്ന് താവി കൊണ്ട് തന്നെ നമുക്കിത് ഉടച്ചെടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് ഈ കടല ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഈ നെയ്യിലൊന്ന് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. എങ്കിൽ മാത്രമേ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടൂ. കടലപ്പരിപ്പ് നല്ലതുപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഈ കടലപ്രഥമൻ തയ്യാറാക്കുമ്പോൾ കറുത്ത ശർക്കര എടുക്കുന്നതാണ് നല്ലത്. വെള്ള ശർക്കരയാണെങ്കിൽ അത്രയ്ക്ക് കളർ കിട്ടത്തില്ല. ഇനി 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ കടലപ്പരിപ്പും ശർക്കര പാനിയും കൂടെ നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. എങ്കിൽ മാത്രമേ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടൂ. ഇത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 100 ഗ്രാം അളവിൽ ചവ്വരി എടുത്ത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 3-ാം പാലിലാണ് ഞാനിവിടെ ചവ്വരി കുതിർത്ത് വെച്ചിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ചവ്വരി പ്രത്യേകിച്ച് വേവിച്ച് വേണമെങ്കിലും ഈ കടലപ്പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ നേരിട്ട് ഇങ്ങനെ ചേർത്ത് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കടലപ്രഥമൻ തയ്യാറാക്കുമ്പോൾ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ പായസം തയ്യാറാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പായസത്തിന്. അതുകൊണ്ട് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് വേണം തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് വീണ്ടും 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 3/4 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ പായസത്തിൻ്റെ പാകം എന്ന് പറയുന്നത് ചവ്വരി നന്നായിട്ട് വെന്ത് കിട്ടുന്ന ഒരു പാകമാണ്. ഈ ചവ്വരി വെന്ത് വരുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാം. കടലപ്രഥമൻ നല്ലതുപോലെ പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാനായിട്ട് പാടില്ല.
ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര ചേർത്ത് പായസം തയ്യാറാക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. 1 പാൽ ഒഴിച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യരുത്. കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കടലപ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ കടലപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. താങ്ക്